ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ഹോങ്കോങ് മാർക്കറ്റുകൾ ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചൈനീസ് ഇൻഡെക്സുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ചൈനയിലെ GDP ഡാറ്റ അനൗൺസ് ചെയ്തിരുന്നു. Q4 GDP സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. 4.5% Q4 GDP രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2025 കലണ്ടർ ഇയറിൽ 5% ചൈനയുടെ GDP ഡാറ്റ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുപോലെ തന്നെ അലുമിനിയം ഔട്ട്പുട്ട് റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ് ചൈനയിൽ. അതേസമയം സ്റ്റീൽ ഔട്ട്പുട്ട് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അലുമിനിയം ഔട്ട്പുട്ട് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അലുമിനിയം പ്രൈസിനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ചൈനയാണ് സ്റ്റീലിലും അലുമിനിയത്തിലും ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്ന കൺട്രി. അടുത്ത വർഷങ്ങളിലും അലുമിനിയം ഔട്ട്പുട്ട് കൂടുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ പ്രൈസസ് ഒക്കെ ഒരുപക്ഷെ താഴെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ചൈനയിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ -3.8% ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എക്സ്പെക്ട് ചെയ്തിരുന്നത് -3.1% ആയിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ക്യാപെക്സ് ഒന്നും തന്നെ ചൈനയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം മറ്റ് ഡാറ്റകൾ ഡിസംബർ മാസത്തെ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 5.2% ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ചൈനീസ് ഡാറ്റ വന്നിരിക്കുന്നത് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ് ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഈ വർഷം അറൗണ്ട് $7 ട്രില്യൺ വർത്ത് ടൈം ഡെപ്പോസിറ്റുകൾ ചൈനീസ് ഹൗസ് ഹോൾഡേഴ്സിൻ്റെ ഡ്യൂ ആവും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് 0.5% വരാൻ പോകുന്നത് ഗോൾഡിലേക്കായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതോടൊപ്പം തന്നെ മറ്റ് റിസ്കി അസറ്റുകളിലേക്കും ഫ്ലോ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണിത്. അതേസമയം ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സിൽവറും ഇന്ന് മോർണിംഗിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $4,690.75 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഗോൾഡിൻ്റെ സ്പോട്ട് ഗോൾഡിൻ്റെ റെക്കോർഡ് ഹൈ. $94.21 പെർ ഔൺസ് ആണ് സ്പോട്ട് സിൽവറിൻ്റെ റെക്കോർഡ് ഹൈ. മറ്റ് കമ്മോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ട്രംപ് വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് താരിഫ് ഏർപ്പെടുത്തുമെന്ന തരത്തിലുള്ള ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് US. അതേസമയം യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ കൺട്രീസും അതിനെ ഒപ്പോസ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഫെബ്രുവരി 1 മുതൽ 10%, ജൂൺ 1 മുതൽ 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന തരത്തിലുള്ളൊരു ഭീഷണിയുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇന്ന് കാണുന്ന വൊളാറ്റിലിറ്റി. അതേസമയം ഗോൾഡിനെ സംബന്ധിച്ചും സിൽവറിനെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവ് തന്നെയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നും സൗത്ത് കൊറിയയിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത് സാംസങ്, SK ഹൈനിക്സ് പോലുള്ള ഓഹരികളാണ്. ഈ കമ്പനികളാണ് റാൻഡം ആക്സസ് മെമ്മറി, അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറി, ഹാർഡ് ഡിസ്ക് ഡ്രൈവുകളൊക്കെ ഉണ്ടാക്കുന്ന രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത്. റാൻഡം ആക്സസ് മെമ്മറിയിൽ മുന്നിട്ട് നിൽക്കുന്നത് SK ഹൈനിക്സും സാംസങ്ങും ആണ്. അതേസമയം ഫ്ലാഷ് മെമ്മറി രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന UK അല്ലെങ്കിൽ US കമ്പനി ആയിട്ടുള്ള സാൻഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ സീഗേറ്റ് ടെക്നോളജീസ്, അതുപോലെ തന്നെ വെസ്റ്റേൺ ഡിജിറ്റൽസ് ഒക്കെയാണ്. ഇത്തരത്തിലുള്ള കമ്പനികൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് മുന്നേറിയിട്ടുള്ളത്. ഈ കമ്പനികളുടെ പ്രോഡക്റ്റുകൾക്കുള്ള ഡിമാൻഡ് വീണ്ടും വലിയ രീതിയിൽ കൂടുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ ആഴ്ചയിലും ഈ ദിവസങ്ങളിലൊക്കെ ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q3 റിസൾട്ടുകളുണ്ട്. Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയായിട്ട് വന്നിട്ടുള്ള റിസൾട്ടുകളെല്ലാം തന്നെ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. ലേബർ കോഡ് 2025 ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, വൺ ടൈം ഇമ്പാക്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും 2 to 4% കോർപ്പറേറ്റുകളുടെ എക്സ്പെൻസ് കൂട്ടുന്ന കാര്യമാണ്. അതേസമയം ലോങ് റണ്ണിൽ ഇത് കോർപ്പറേറ്റുകളെ സംബന്ധിച്ചും എംപ്ലോയീസിനെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഓർഡർ ബാങ്കിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ L&T മൈൻട്രി 3000 കോടി രൂപ വരെ സെൻട്രൽ ഫോർ ഡയറക്റ്റ്
സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൻ്റെ അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ AI ബേസ്ഡ് അനലിറ്റിക് പാറ്റേൺ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനാണ് 7 വർഷത്തേക്കാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത്. L&T മൈൻട്രീനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് 3170 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഡാങ്കോട്ടെ ഗ്രൂപ്പ് റിഫൈനറി കമ്പനിയിൽ നിന്നാണ്. നൈജീരിയൻ കമ്പനിയാണ്, ബിഗ് ഓർഡറാണ്. അതോടൊപ്പം ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും എഞ്ചിനീയേഴ്സ് ഇന്ത്യനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. CG പവർ 900 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നാണ്. ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ഓർഡറാണ്. പവർ ട്രാൻസ്ഫോമേഴ്സ് സപ്ലൈ എന്നുള്ള ഓർഡറാണ്. പോസിറ്റീവ് ന്യൂസാണ്. GR ഇൻഫ്ര 488 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. RVNL 87.6 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓർഡർ ബാഗിങ് ന്യൂസുകൾ. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഓവറോൾ Q3 റിസൾട്ടുകളുടെ ഒരു റിവ്യൂ നോക്കുകയാണെങ്കിൽ നെറ്റ്വെബ് ടെക്നോളജീസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. യെസ് ബാങ്ക്, റിലയൻസ് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. യെസ് ബാങ്ക് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം പല റിസൾട്ടുകളും വന്നിരിക്കുന്നത് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. എല്ലാ കമ്പനികളുടെയും Q3 ലേബർ കോഡ് 2025 വൺ ടൈം ഇമ്പാക്റ്റ് ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സബ്ഡ്യൂഡ് Q3 റിസൾട്ടുകളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇത്തരത്തിൽ ന്യൂസുകളൊക്കെ ഒരു പരിധിവരെ ഡിസ്കൗണ്ടഡ് ആണ്. ഇനി IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് NSE SMEയിൽ ഒരു IPO ഓപ്പൺ ആവുന്നുണ്ട്. KRM ആയുർവേദ ലിമിറ്റഡ് ആണ്. ആയുർവേദ റിലേറ്റഡ് ഹോസ്പിറ്റൽസ് ഒക്കെ റൺ ചെയ്യുന്ന, ക്ലിനിക്സ് ഒക്കെ റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നല്ലൊരു IPO ആണ്. 135 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 1000 മാർക്കറ്റിലോട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 2 ലോട്ട് അപ്ലൈ ചെയ്യണം. ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആയുർവേദ റിലേറ്റഡ് കമ്പനികളുടെ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. അത്തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ കമ്പനിക്ക് സാധിച്ചില്ലെങ്കിൽ പോലും ലിസ്റ്റിംഗ് കൈയും കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് KRM ആയുർവേദ ലിമിറ്റഡ്. അപ്പോൾ SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് KRM ആയുർവേദ ലിമിറ്റഡ് IPOയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. NSE SMEയിലാണ് ഈ IPO വരുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇന്നും ധാരാളം Q3 റിസൾട്ടുകൾ വരുന്നുണ്ട്. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് അതാത് സ്റ്റോക്കുകൾ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം പൊതുവെ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ, മാറ്റിപ്പറച്ചിലുകൾ, അതുപോലെ തന്നെ മറ്റ് ഭീഷണികൾ, ഇതൊക്കെ തന്നെയാണ് ഗ്ലോബലി വലിയ രീതിയിലുള്ള ഒരു വോളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു മൈനർ ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്നും താരങ്ങൾ ഗോൾഡും സിൽവറും തന്നെയാണ്. ഗോൾഡ് വീണ്ടും വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഫണ്ട് മാനേജേഴ്സ് എല്ലാം തന്നെ ഗ്ലോബലി ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസികളിൽ നിന്നൊക്കെ മാറി ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിയാലിറ്റി ആവുകയാണെങ്കിൽ ക്രിപ്റ്റോഗ്രഫിയുടെ ഒക്കെ എൻക്രിപ്ഷൻ ബ്രേക്ക് ആവും. അതിനുശേഷം വലിയ വാല്യൂ ഒന്നും ക്രിപ്റ്റോ കറൻസികൾക്ക് ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഫോറിൻ ഫണ്ട് മാനേജേഴ്സൊക്കെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ക്രിപ്റ്റോ കറൻസികളിലുണ്ടാവാം. പക്ഷേ ഗോൾഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾ വിറ്റ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഫണ്ട് മാനേജേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് സെൻട്രൽ ബാങ്ക് ബൈങ്, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഒപ്പം ചൈനയിൽ വലിയ രീതിയിൽ ഹൗസ് ഹോൾഡ്സിൻ്റെ ഡെപ്പോസിറ്റ് ഡ്യൂ ആവുന്നു. അതിൻ്റെ 0.5% ഇത്തരത്തിലുള്ള കമോഡിറ്റികളിലേക്ക് ഫ്ലോ ചെയ്യുന്നതാണ് എക്സ്പെക്റ്റേഷൻ. ഇങ്ങനെ വരുമ്പോൾ ഗോൾഡ് വീണ്ടും വലിയ രീതിയിൽ മുന്നേറിയേക്കാം. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാർച്ചിൽ തന്നെ ഒരു പക്ഷേ $5,000 പെർ ഔൺസ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം സിൽവറും വൊളാറ്റിലിറ്റി കാണിക്കുകയാണെങ്കിൽ പോലും സിൽവറിനെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിൽവറും നല്ലൊരു മുന്നേറ്റം വീണ്ടും കാഴ്ചവെക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഒരു കാര്യം മറക്കണ്ട, സിൽവറിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി കണ്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റേഡ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.